What's up, people? Welcome to another exciting video of Motiveight. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ബെല്ലടിച്ചേക്കുക. സോ ദാറ്റ് ഞാൻ എപ്പോൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ കൊറോണ വൈറസ് കാരണം നമ്മുടെ ലോകത്തുള്ള പല ആൾക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരും ഇപ്പോഴും സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 75 ദിവസത്തെ ലോക്ക്ഡൌണിന് ശേഷം നമ്മുടെ രാജ്യം അൺലോക്കിംഗ് ഫേസിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ ലോക്ക്ഡൌൺ കാരണം നമ്മുടെ രാജ്യത്ത് പല മാറ്റങ്ങളും സംഭവിച്ചു. എസ്പെഷ്യലി നമ്മുടെ കൊച്ചു കേരളത്തിൽ. ഒരു സംരംഭകൻ എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ ലോക്ക്ഡൌൺ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് വഴിയൊരുക്കിയെന്നാണ്. നമ്മുടെ നാട്ടിലെ സാധാരണ ആൾക്കാർ പോലും ഇപ്പോൾ ഓൺലൈൻ ഇടപാടുകളെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് സ്വീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ ലോക്ക്ഡൌൺ കാലം തുടങ്ങുന്നതിന് മുമ്പ് വരെ നമ്മുടെ നാട്ടിലുള്ള സാധാരണ ആൾക്കാർ ഓൺലൈൻ ഇടപാടുകൾ, ഇപ്പം ഓൺലൈനിൽ ഒരു സൈറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ പോലും അവർ ഓൺലൈനിലൂടെ പൈസ മുടക്കാൻ മടിച്ചിരുന്നു. അവർ വിചാരിക്കും അതെന്തോ ഒരു തട്ടിപ്പാണ്, പൈസ എങ്ങാനും അവിടെ എത്തിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് പല ആൾക്കാരും ഈ COD, ക്യാഷ് ഓൺ ഡെലിവറിയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് ഓൺലൈനിൽ ഒരു സാധനം വാങ്ങിക്കും, സാധനം വീട്ടിലെത്തുമ്പോൾ പൈസയായിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി. എന്നാൽ ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് പല വമ്പൻ കമ്പനികളും ഈ ക്യാഷ് ഓൺ ഡെലിവറിക്ക് പകരം നേരത്തെ പ്രീപേയ്മെന്റ് ചെയ്യണമെന്നുള്ളൊരു നിലപാട് എടുത്തതിന് ശേഷം പല ആൾക്കാരും നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് സ്വീകരിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ എന്തെങ്കിലും ഒരു സംഭവം കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വിഭാഗം, അതായത് നമ്മൾ മലയാളികൾ പോലും അത് സ്വീകരിച്ചു തുടങ്ങി. ഈ മാറ്റങ്ങൾ ഇ-കോമേഴ്സ് മേഖലയിൽ മാത്രമല്ല മറ്റ് മേഖലകളിലും കണ്ടു തുടങ്ങി. അതായത് ഒരു സാധാരണ മലയാളി TV-യിലും തിയേറ്ററിലും പോയി മാത്രം സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ ഓവർ ദ ടോപ്പ് സർവീസസ്, അതായത് OTT സംവിധാനങ്ങൾ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലത്തെ സബ്സ്ക്രിപ്ഷൻ സർവീസസ് വന്നപ്പോൾ അതൊരു ധൂർത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഒരു അനാവശ്യ ചെലവാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാർ പോലും ഈ ലോക്ക്ഡൌൺ സമയത്ത് അവരുടെ സേവനങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. നമ്മുടെ നാട്ടിലെ മിക്കവാറും ഉള്ള പേരൻസ് ഓൺലൈൻ കോച്ചിങ്ങിന് എതിരായിരുന്നു. ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് എന്നാണ് അവരെല്ലാവരും പറഞ്ഞുകൊണ്ട് നടന്നത്. അതായത് ഇപ്പോൾ നീന്തൽ ഫോൺ വഴി പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഓൺലൈൻ കോച്ചിങ്ങിനെ അവർ കരുതിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നമ്മുടെ കുട്ടികൾ നിത്യവും പോയിക്കൊണ്ടിരുന്ന സ്കൂൾ വരെ ഇപ്പോൾ ഓൺലൈൻ പഠനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പതാ നമുക്ക് ഓൺലൈനിലൂടെ മദ്യം ബുക്ക് ചെയ്യാൻ വരെ ഒരു ആപ്പായി. ഇനി എനിക്ക് തോന്നുന്നു അധികം കാലതാമസം എടുക്കില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ പോലെ തന്നെ നമുക്ക് മദ്യം ഹോം ഡെലിവറി ആയിട്ട് വീട്ടിൽ വരാനും. ഞാൻ ഈ മാറ്റങ്ങളൊക്കെ രണ്ട് കൈകൊണ്ടും സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചൊരു റിപ്പോർട്ട് പ്രകാരം നമ്മൾ പണ്ടത്തെ പോലെ കുടുംബമായിട്ട് ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്ന ആ ഒരു ട്രെൻഡ് ഇനി കുറേ അധികം കാലത്തേക്ക് വളരെ കുറവായിരിക്കുമെന്നാണ് അവരെല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷനുള്ള ഡിമാൻഡ് വർദ്ധിക്കാനും വളരെയധികം സാധ്യതയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോക്ക്ഡൌണിന് മുമ്പുള്ള ഒരു സമയം. ഒരു സാധാരണ ഒരു വിദ്യാർത്ഥി രാവിലെ സ്കൂളിലേക്ക് പോകും, സ്കൂളിലുള്ള സാധാരണ പഠനത്തിന് ശേഷം നേരെ വീട്ടിലേക്ക് വരുന്നു, ഒരു നിമിഷം പോലും സമയം കളയാതെ തന്നെ മറ്റൊരു ട്യൂഷൻ സെന്ററിലേക്ക് ട്യൂഷന് പോകുന്നു. എന്നാൽ ചില വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നേരിട്ട് സ്കൂളിൽ നിന്ന് തന്നെ ഒരു ട്യൂഷനിലേക്ക് പോകുന്നു. അവിടെ പഠിച്ചതിന് ശേഷം തിരികെ വീട്ടിൽ വന്നു സ്കൂളിലെ ഹോംവർക്ക്, ഈ ട്യൂഷൻ സെന്റേഴ്സ് അവർ കൊടുക്കുന്ന അസൈൻമെന്റ്സ്, ഹോംവർക്ക് ഇതെല്ലാം ചെയ്തിട്ട് ആ കുട്ടിക്കൊന്ന് വിശ്രമിക്കാൻ സമയമില്ല. ഭയങ്കര വർക്ക് ലോഡ്, അല്ലെങ്കിൽ പഠിത്തത്തിന്റെ ലോഡ് വളരെ അധികമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓൺലൈൻ ക്ലാസ്സസ് വന്നതിന് ശേഷം ഈ കുട്ടികൾക്ക് ധാരാളം സമയമുണ്ട്. അവർക്ക് എവിടെയും ട്രാവൽ ചെയ്യേണ്ട, ട്രാവൽ ചെയ്യുന്ന സമയം ലാഭിക്കാൻ സാധിക്കുന്നു. ഇതിലെനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്, ഇപ്പോൾ ഒരു കുട്ടിക്ക് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും വേറൊരു ടീച്ചറിന്റെ സേവനം, അവർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷൻ സ്വീകരിക്കാൻ സാധിക്കും, എങ്ങും ട്രാവൽ ചെയ്യാതെ തന്നെ. ഇപ്പോൾ തിരുവനന്തപുരത്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കൊല്ലത്തോ അല്ലെങ്കിൽ കോട്ടയത്തോ അല്ലെങ്കിൽ പോട്ടെ ദുബായിലുള്ള ഒരു ടീച്ചർ പഠിപ്പിക്കുന്നത് പോലും വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ സാധിക്കും. നേരത്തെ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ സംവിധാനങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, എന്നാൽ മാതാപിതാക്കൾ അത് സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല, ട്യൂഷൻ സെന്റേഴ്സ് ആയാലും ട്യൂഷൻ ടീച്ചേഴ്സിനാണെങ്കിൽ പോലും നേരത്തെ അവർക്ക് പഠിപ്പിക്കാൻ കിട്ടിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ അവരുടെ പരിസരത്തുള്ളവരായിരുന്നു. എന്നാൽ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ വന്നതിന് ശേഷം ലോകത്ത് എവിടെയുള്ള ആൾക്കാരെ പോലും അവർക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ലോകമാണ് അവരുടെ മാർക്കറ്റ്. നേരത്തെ അവരുടെ കൊച്ചു സ്ഥലമായിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം നേടാനുള്ള അവസരം അവരുടെ മുമ്പിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും അവരുടെ നോളജ് ലോകത്ത് എവിടെ ഇരിക്കുന്ന ഒരു കുട്ടിക്കും പകർന്നു കൊടുക്കാൻ ഓൺലൈൻ സംവിധാനം കൊണ്ട് സാധിക്കുന്നു. ഇപ്പോൾ ഈ മാറ്റങ്ങൾ കാരണം സാധാരണ ആൾക്കാർക്ക് പോലും ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു എക്സ്പോഷറും അവസരവും അവർക്ക് ലഭിക്കുകയാണ്. എന്നാൽ അതിൽ എല്ലാത്തിലും ഒരു മറുസൈഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ദാരിദ്ര്യത്തിന്റെ ഒരു പുതിയ കാറ്റഗറി അതിൽ ക്രിയേറ്റ് ആയിരിക്കുകയാണ്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെ ഡിജിറ്റൽ പോവേർട്ടി എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ സമൂഹത്തിൽ ടെക്നോളജിക്കലായിട്ട് മാറ്റങ്ങൾ വരുന്നത് സ്വീകരിക്കാൻ തയ്യാറാവാത്ത വ്യക്തികൾ, അതിനെ എതിർത്തിരുന്ന വ്യക്തികൾ,
ഇപ്പോൾ ഡിജിറ്റലായിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ, ഈ മാറ്റങ്ങൾ വന്നതിന് ശേഷം വളരെ പിന്നിലായിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചില്ലായിരുന്നോ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം? ഇതാണ് കാരണം. പക്ഷെ കുറച്ച് സമയം കൊടുക്കൂ, ഈ കാലവും മാറും. ഈ മാറ്റങ്ങൾ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ട്യൂഷൻ ടീച്ചേഴ്സിനും, ഹൗസ് വൈഫ്സിനും, കോളേജ് സ്റ്റുഡൻസിനും, അതുപോലെ തന്നെ അല്പം എക്സ്ട്രാ സമയമുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നല്ല വിവരമുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ള ഒരാളെ പഠിപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ അവസരത്തെ ഏറ്റവും ഉചിതമായിട്ട് മാറ്റാൻ സാധിക്കും. 15ാമത്തെ വയസ്സിൽ ബിസിനസ് തുടങ്ങിയ ഒരു സംരംഭകൻ എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം വരികയാണെങ്കിൽ അത് വെച്ച് താമസിപ്പിക്കാതെ ഉടനടി തന്നെ എടുക്കാനാണ്. സോ ഈ ഒരു അവസരം വിനിയോഗിക്കാൻ നിങ്ങളെ ഞാൻ സഹായിക്കാം. എനിക്ക് കുറേയധികം ആൾക്കാരെ അറിയാം, എസ്പെഷ്യലി കോളേജ് സ്റ്റുഡൻസ് ഒക്കെ. അവരുടെ കോളേജ് പഠനത്തിന് ശേഷം വൈകിട്ടൊരു 7:30, 8 സമയമൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ ഒരു പോക്കറ്റ് മണിക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു എക്സ്ട്രാ ചെലവിന് വേണ്ടിയിട്ട് ട്യൂഷൻ പഠിപ്പിക്കുന്നതായിട്ട്. സോ ഇനി അവർക്കെല്ലാം ഈ ഓൺലൈനായിട്ട് പഠിപ്പിച്ച് അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ മാത്രമല്ല, കുറച്ചങ്ങ് അകലെയുള്ള ആൾക്കാരെ പോലും, കുട്ടികളെ പോലും പഠിപ്പിക്കാൻ സാധിക്കും. സോ അതിന് നിങ്ങൾക്ക് ആകെ വേണ്ടത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. 1, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ. 2, ഒരു കമ്പ്യൂട്ടർ. അതില്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം ഒരു സ്മാർട്ട് ഫോൺ. നിങ്ങളിത് സീരിയസ് ആയിട്ട് തുടരുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. 3ാമത്തത് പാഷൻ, പഠിപ്പിക്കാനുള്ള അതീവമായിട്ടുള്ളൊരു ആഗ്രഹം. ഇത് മാത്രം മതി. പിന്നെ കുറച്ച് ക്ഷമയും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ റെഡിയാക്കി എന്ന് വിചാരിക്കുക. ഇനി എന്താ വേണ്ടത്? കുറച്ച് അത്യാവശ്യം അറിയേണ്ട കുറച്ച് സോഫ്റ്റ്വെയർസ് ഒന്ന് ചെറുതായിട്ട് പഠിക്കുക. ആദ്യത്തത് ഒരു വീഡിയോ കോൺഫറൻസിങ് സോഫ്റ്റ്വെയർ. ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഗൂഗിൾ മീറ്റ് ഉണ്ട്, അതുപോലെ സൂം, സോഹോ മീറ്റ്. ഇതേപോലത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുക. ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, അതുപോലെ യൂട്യൂബിലും അവൈലബിൾ ആണ്. ചെറുതായിട്ടുള്ള ഒരു 5-10 മിനിറ്റ് പഠിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. 2ാമത്തത്, ഇപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു പ്രസന്റേഷന്റെ രൂപത്തിലോ അല്ലെങ്കിൽ നോട്ട്സ് കാണിച്ചിട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് പവർ പോയിന്റ് അല്ലെങ്കിൽ വേർഡ് അല്ലെങ്കിൽ നോട്ട് പാഡ് എന്നുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. 3ാമത്തത്, ഇപ്പോൾ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കെമിസ്ട്രി ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനൊക്കെ എഴുതി പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം വരുമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് ഈ ടാബ്ലറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ്, നമ്മുടെ ഒരു നോട്ട് പാഡ് പോലെ ഇരിക്കും, അതിലൊരു പേന കാണും, നമ്മൾ എഴുതുന്നത് നേരെ കമ്പ്യൂട്ടറിലേക്ക് പോകുന്നു. അതിന് ഡിജിറ്റൽ പെൻ എന്നും പറയാറുണ്ട്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. നിർബന്ധമില്ല, ആവശ്യമായിട്ട് വരും. കാരണം ഇതേപോലത്തെ ഓൺലൈൻ പഠിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിലൊക്കെ ഡിജിറ്റൽ വൈറ്റ് ബോർഡ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ എഴുതുന്നത് കുട്ടികൾക്ക് അവരുടെ സ്ക്രീനിൽ നിങ്ങൾ എഴുതുന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കും. സോ എഴുതി പഠിപ്പിക്കാനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസാണ് ഈ ഡിജിറ്റൽ പെൻ അല്ലെങ്കിൽ ഈ ടാബ്ലറ്റ്. സോ വാക്യൂം എന്നുള്ളൊരു കമ്പനി നല്ലൊരു ക്വാളിറ്റി സാധനം ഇറക്കുന്നുണ്ട്. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓൺലൈനിലേക്ക് അവൈലബിൾ ആണ്. താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അത്രേ ഉള്ളൂ, പഠിപ്പിച്ചു തുടങ്ങുക. അപ്പോൾ ഞാൻ പോട്ടെ, ബൈ. തീർന്നില്ല, കുട്ടികൾ വേണ്ടേ പഠിപ്പിക്കാൻ? അതെങ്ങനെ കിട്ടും? പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പഠിപ്പിക്കാൻ വളരെ സീരിയസ് ആയിട്ട് താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക. urbanpro.com എന്നുള്ളൊരു സൈറ്റ് ഉണ്ട്. സോ ഈ സൈറ്റ് എന്ന് പറയുന്നത് ഈ പഠനത്തിന് വേണ്ടി, എഡ്യൂക്കേഷന് വേണ്ടി മാത്രമുള്ളൊരു ക്ലാസിഫൈഡ് സൈറ്റാണ്. അതായത് ലോകത്തിലുള്ള പല ആൾക്കാരും, മലയാളികളെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇതേപോലത്തെ സ്റ്റുഡൻസ് അവരുടെ ആവശ്യങ്ങൾ ഈ സൈറ്റിൽ പ്രകടിപ്പിക്കും. അതായത് എനിക്ക് മാത്സ് പഠിക്കാനായിട്ട് ഒരു ടീച്ചറിനെ ആവശ്യമുണ്ട്, ഞാൻ തപ്പുന്നുണ്ട് എന്ന് സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവരുടെ പേരൻസ് അതിൻ്റെ അകത്തേക്ക് മെസ്സേജ് ഇടും. സോ ഒരു ടീച്ചറായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സ്റ്റുഡൻറ്റിനെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കോഴ്സ് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ് അവർ എടുക്കുകയും നിങ്ങൾക്ക് പഠിപ്പിച്ചു തുടങ്ങാനും സാധിക്കും. സ്റ്റുഡൻസിന് ഏറ്റവും വേഗത്തിൽ അല്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടാൻ urbanpro.com ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഈ അർബൻ പ്രോ സൈറ്റിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളെപ്പോലെ തന്നെ ഇഷ്ടംപോലെ ഓൺലൈൻ ടീച്ചേഴ്സ് അതേ സ്റ്റുഡൻറ്റിനെ കോൺടാക്ട് ചെയ്തേക്കാം. സോ ഫീസിൻ്റെ കാര്യത്തിലാണെങ്കിലും കോഴ്സിൻ്റെ പഠനത്തിലാണെങ്കിലും നിങ്ങളുടെ ക്വാളിഫിക്കേഷനിലൊക്കെ താല്പര്യം തോന്നിയാൽ മാത്രമേ ആ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ സേവനം എടുക്കത്തുള്ളൂ. ഈ അർബൻ പ്രോ സൈറ്റിൽ നിന്ന് സ്റ്റുഡൻസിനെ കൺവേർട്ട് എന്നുള്ള വാക്ക് നമ്മൾ സാറിന് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത്, നമ്മളൊരു എൻക്വയറിയെ നമ്മുടെ അഡ്മിഷനായിട്ട് മാറ്റുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യാമെന്ന് പറയും. സോ ഈ ഒരു എൻക്വയറി ലീഡ് എന്നാണ് നമ്മുടെ ബിസിനസ് ഭാഷയിൽ പറയുന്നത്. സോ ഒരു സ്റ്റുഡൻറ്റിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണികളുണ്ട്, കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് അതിന് ആവശ്യമുണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കുറേ അധികം റിക്വസ്റ്റ് വരികയാണെങ്കിൽ ഞാൻ വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ടിപ്സും ട്രിക്സും പറഞ്ഞു തരുന്നതായിരിക്കും. സോ ബാക്ക് ടു ദ പോയിന്റ്. സോ ഈ അർബൻ പ്രോ സൈറ്റിൽ നിങ്ങൾക്ക് കുറേ അധികം സ്റ്റുഡൻസിനെ തപ്പിയെടുക്കാനും അവരെ കോൺടാക്ട് ചെയ്യാനും ഓൺലൈനായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഓൺലൈൻ ക്ലാസിഫൈഡ് സൈറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമുക്ക് ഈ OLX, ക്വിക്കർ,
അതുപോലത്തെ സൈറ്റുകളിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആഡ്സ് ഇടാൻ താല്പര്യമുള്ളവർ കുറേ അധികം ആൾക്കാർ അതേപോലത്തെ സൈറ്റുകളിലും തപ്പുന്നുണ്ട് എല്ലാ ദിവസവും. താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യും. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ മാത്രമാണ് താല്പര്യം, ഈ മാർക്കറ്റിങ്ങും ഓൺലൈൻ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യാനൊന്നും അധികം ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ജ്ഞാനം ഇല്ലെങ്കിൽ വേറെയും കമ്പനികളുണ്ട്. വേദാന്തു.com. സോ വേദാന്തു ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഹയർ ചെയ്യാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ റെസ്യൂമേ ഒക്കെ നോക്കി ഒരു ഇൻ്റർവ്യൂവിന് ശേഷം നിങ്ങളെ അവർ ആ കമ്പനിയിലേക്ക് എടുക്കും. സ്ഥിരമായിട്ടുള്ളൊരു ജോലിക്കല്ല, നിങ്ങളൊരു ഫ്രീലാൻസർ ആയിട്ട്, നിങ്ങളൊരു പാർട്ട് ടൈം ഒരു ടീച്ചറായിട്ട് തന്നെ ആയിരിക്കും അവരുടെ കമ്പനിയിൽ കയറുന്നത്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരാണ് സ്റ്റുഡൻസ് ആയിട്ട് സംസാരിക്കുകയും ഫീസ് തീരുമാനിക്കുകയും ഏത് സമയം തീരുമാനിക്കുകയും എല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന സമയം നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതായത് എല്ലാ ദിവസവും വൈകിട്ട് ഒരു 6 മണി മുതൽ രാത്രി 9 മണി വരെ ഞാൻ ഫ്രീ ആണ്. സോ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ് ഈ സമയത്ത് റെഡി ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് തരും. സോ നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് ഫീസ് തീരുമാനിക്കുകയും അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല. ഈ കമ്പനി, അതായത് വേദാന്തു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു തരും. സോ വേദാന്തു.comന്റെ വെബ്സൈറ്റിൽ അവർ എഴുതിയിട്ടുണ്ട്, അവർക്ക് ഒരു ആവറേജ് ആയിട്ട് ഒരു ടീച്ചർ അവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു മാസം 25,000 മുതൽ 75,000 രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കുമെന്നുള്ളത്. സോ അതെല്ലാം നിങ്ങൾക്ക് എത്ര സമയം, എത്ര മണിക്കൂറുകൾ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ കഴിയും എന്ന അടിസ്ഥാനത്തിലാണ് ആ വരുമാനമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ പല ഓർഗനൈസേഷൻസ് ഉണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സാധാരണ കോച്ചിങ് സെന്റേഴ്സ് ആയിരിക്കാം, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കാം. അവരൊക്കെ ഇപ്പോൾ ഈ മാറ്റങ്ങൾക്ക് ശേഷം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സ്വീകരിച്ചിരിക്കുകയാണല്ലോ. സോ അവർക്കും ഇഷ്ടംപോലെ ഓൺലൈൻ ട്രെയിനേഴ്സിനെ ആവശ്യമാണ്. അതായത് ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ലോകത്തിലെ മറ്റൊരു സ്ഥലത്തുള്ള ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കാൻ അവർക്ക് ഓൺലൈനിലൂടെ മാത്രമേ ഇപ്പോൾ സാധിക്കത്തുള്ളൂ, അല്ലേ? സോ അതുകൊണ്ട് ഓൺലൈൻ ട്യൂട്ടേഴ്സിനുള്ള ഡിമാൻഡ് ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുകയാണ്. എന്തിനധികം പറയുന്നു, എൻ്റെ സ്വന്തം സ്ഥാപനമായ ഇൻസ്പയർ എഡ്യൂക്കേഷൻ, ഞങ്ങൾ ഓൺലൈനിലേക്ക് ഭാഗ്യത്തിന് ഈ ലോക്ക്ഡൗണിന് മുമ്പ് തന്നെ ഞങ്ങൾ ഓൺലൈൻ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഞങ്ങൾ ഓൺലൈനായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷും IELTSഉം പഠിപ്പിക്കാനായിട്ട് ഇഷ്ടംപോലെ ട്രെയിനേഴ്സിനെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഡെയിലി റെസ്യൂമേ വരാറുണ്ട്, അതിന് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. സോ ഇതിലുള്ള ഏറ്റവും വലിയ ഗുണം എന്തെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല, നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെയാണ് താല്പര്യം. സോ അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അവരുടെ വീട്ടിലിരുന്ന് പറ്റുന്ന സമയത്ത് കുറച്ച് മണിക്കൂറുകൾ നമുക്ക് വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ അവർക്കൊരു ഓൺലൈൻ ടീച്ചറായിട്ട് മാറാൻ സാധിക്കും. സോ ഇതുപോലെ ഇഷ്ടംപോലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും കമ്പനീസും ഉണ്ട്. അവരുടെയൊക്കെ വെബ്സൈറ്റിലും അവരുടെയൊക്കെ ജോലി സാധ്യതകളെ പറ്റി ഒന്ന് തപ്പി നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും. അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു ട്യൂഷൻ ഫണ്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വിദ്യാർത്ഥികളെ കിട്ടിക്കൊണ്ടിരുന്നത്? ഒരു 1 2 കുട്ടികളെ പഠിപ്പിക്കുന്നു, അവർക്കത് ഇഷ്ടപ്പെടുമ്പോൾ അവരത് ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞ് ബാക്കിയുള്ളവർ അറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് വല്ല ഫ്ലയേഴ്സോ പത്രത്തിലെ ചെറിയ അഡ്വർടൈസ്മെന്റോ ഒക്കെ കൊടുത്തിട്ടുണ്ടാകാം. എന്നാൽ ഓൺലൈനിൽ വരുമ്പോഴും ഇതേപോലെ തന്നെയാണ്, നിങ്ങൾ സ്റ്റാർട്ടിംഗ് ആണ്. സോ ഒരു ഓൺലൈനിൽ ഒരു റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. കുറച്ച് കുട്ടികളെയൊക്കെ പഠിപ്പിച്ചതിന് ശേഷം അവർ നിങ്ങളെപ്പറ്റി നല്ല റിവ്യൂസും നല്ല അഭിപ്രായവും ഫീഡ്ബാക്കും ഒക്കെ പറഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള ആൾക്കാർ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കോച്ചിങ് സ്വീകരിക്കാൻ തയ്യാറാകത്തുള്ളൂ. സോ അതിന് സമയമെടുക്കും. സോ ക്ഷമയോടെ കാത്തിരിക്കുക. തളരരുത് രാമ, തളരരുത്. ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടും പുറത്തും റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിലും സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഒട്ടും പേടിക്കേണ്ട, ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ് അനുസരിച്ച് പല ISP പ്രൊവൈഡേഴ്സും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സും അവരുടെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ, കുറച്ചുകൂടെ സ്പീഡ് കൂടിയ കണക്ഷൻ, അതുമാത്രമല്ല ഇതേപോലത്തെ നമ്മുടെ നാട്ടും പുറത്തേക്കൊക്കെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ 1 Gbps, നമ്മളിപ്പം ഇന്റർനെറ്റിന്റെ സ്പീഡ് MBPS GBPS എന്നൊക്കെ പറയും. അതുപോലെ 1 GB ഒരു സെക്കൻഡിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും സൂപ്പർ ഫാസ്റ്റ് ഇന്റർനെറ്റ് അമേരിക്കയിലും ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലും എത്തിക്കഴിഞ്ഞു, ജിയോ ഫൈബർ, എയർടെൽ എക്സ്ട്രീം പോലത്തെ ISP വഴി. സോ ഇപ്പോൾ ഈ കൂടുതലും വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒരു ട്രെൻഡായി മാറുന്നു. ആൾക്കാർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർക്ക് അതിന്റെ വശങ്ങൾ, നല്ല കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം അവരത് 2 കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഈ ലോക്ക്ഡൗണിനൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിലെ പല കമ്പനികളും ഉണ്ടായിരുന്നു. അവരവരുടെ ഫിസിക്കൽ ഓഫീസ് അവർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് മുഴുവനും വർക്ക് ഫ്രം ഹോം വെർച്വൽ ആയിട്ട്. ഇപ്പോൾ Zapier.com എന്നൊക്കെയുള്ള കമ്പനിയുണ്ട്. അവരുടെ മുഴുവനും വർക്ക് ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു 95% വർക്ക് ഫോഴ്സും എല്ലാ ദിവസവും അവരുടെ സ്വന്തം വീട്ടിൽ ഇരുന്ന് തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു ഫിസിക്കൽ ഓഫീസ് സ്പേസ് ഇല്ല. മേ ബി വർഷത്തിൽ 1 2 പ്രാവശ്യം ഇവരെല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യുകയായിരിക്കും. സോ ഇതിലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ്? വളരെയധികം കാശ് ഇതേപോലത്തെ ഓർഗനൈസേഷൻസ് ലാഭിക്കാൻ സാധിക്കും. ഒരു ഓഫീസ് വാടക വേണ്ട, ഇലക്ട്രിസിറ്റിക്ക് ചിലവില്ല, അങ്ങനെ മറ്റ് പല കാര്യങ്ങൾക്കും അവർക്ക് ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുറേ റിസർച്ചിലൂടെ പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, വർക്ക് ഫ്രം ഹോമിൽ ഒരു എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം കൂടുതലാണ് നേരിട്ട് ഒരു ഓഫീസിൽ ചെന്ന് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും. കാരണം
ഇവർക്ക് സ്വന്തം സമയം അനുസരിച്ച് അതായത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കാറിൽ ട്രാഫിക് ജാമിലൂടെ ഓഫീസിലേക്ക് പോകുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ മൊത്തത്തിൽ ഒഴിവാക്കി. അതായത് ഓഫീസ് തുടങ്ങുന്നതിന് മേ ബി ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേറ്റാൽ മതി. ഡ്രസ്സ് ചെയ്ത് അവർക്ക് ജോലി ചെയ്യാം. ഇടയ്ക്ക് ആവശ്യത്തിന് ബ്രേക്ക്. വീട്ടിൽ തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചുറ്റുവട്ടത്തുണ്ട്. അവരുടെ ഫാമിലിയുടെ അടുത്ത് അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതേപോലത്തെ നല്ല കാര്യങ്ങൾ കൊണ്ട് അവർക്ക് അവർ ചെയ്യുന്ന ജോലി അവർക്ക് വളരെയധികം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. സോ ഇന്ത്യയിലും ഈ ഒരു ട്രെൻഡ് ഇനി തുടരുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓൺലൈൻ എഡ്യൂക്കേഷനും വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യത കണ്ടുവരുന്നു. ഇപ്പോൾ തന്നെ അതൊരു കമ്പൽസറി ആയിട്ട് കുറേ സ്കൂൾസും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സും മാറ്റിക്കഴിഞ്ഞു. ഈ ലോക്ക്ഡൗണിന് ശേഷം ഇതേ ട്രെൻഡ് മുന്നോട്ട് പോകുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇനി ടെക്നോളജിയുടെ കാലമാണ്. അധികം താമസമില്ലാതെ തന്നെ മിക്സ്ഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ഹോളോഗ്രാം എന്നൊക്കെ ഉള്ള ഒരു ടെക്നോളജി കൊണ്ട് ദൂരത്ത് കുറേ ആയിരക്കണക്കിന് കിലോമീറ്റർ അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ വേറൊരു കോണ്ടിനെന്റിലുള്ള ഒരു ടീച്ചർ നമ്മുടെ തൊട്ട് മുന്നിൽ വന്നിരുന്ന് പഠിപ്പിക്കുന്ന ഉള്ള ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ടെക്നോളജി ഒട്ടും വിദൂരമല്ല. ഈ കൊറോണ സമയത്ത് നമുക്ക് കുറേ ദൂഷ്യ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നാളത്തേക്ക് ഒരു പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. വളരെയധികം നല്ല കാര്യങ്ങൾ തരികയാണ്. സോ ഇതിൻ്റെ ചീത്ത വശങ്ങൾ മാത്രം നോക്കി ഒരു ഡിസിഷൻ എടുക്കാതെ ഇതിൻ്റെ നല്ല വശവും കൂടെ ചിന്തിച്ച് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചേക്കുക. സോ ദാറ്റ് ഞാൻ എപ്പോൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി ഒരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ഗുഡ് ബൈ.